പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ ഒരു മലയുടെ മുകളിലാണ്. ഈ പെസഹ ബുധനാഴ്ച ഈ മലയുടെ മുകള് തിരഞ്ഞെടുക്കാനുള്ള കാരണം, മല എപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണെന്നും പകല് മുഴുവൻ വചനപ്രഘോഷണവും രോഗശാന്തിയും അത്ഭുത പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിയതിനു ശേഷം രാത്രിയിൽ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ച് പിതാവുമായി കരുത്തു നേടുന്ന ഈശോയെയും തിരുവചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയുടെ പെസഹ ബുധനാഴ്ചത്തെ ഹൃദയ രഹസ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാനൊരു ശ്രമം നടത്തുകയാണ്. സാധാരണ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്യമുണ്ട്. കുറേ ഉപദേശങ്ങളും കുറേ തിരുത്തലുകളുമൊക്കെ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം അവർ പറയുന്നൊരു കാര്യമുണ്ട്: ഇപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, എൻ്റെ കണ്ണ് അടഞ്ഞു കഴിയുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കും. അത് നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. നമ്മുടെ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ ചിലപ്പോൾ ചില ദേഷ്യം വരുമ്പോൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കാതെ വരുമ്പോൾ അവർ ഹൃദയത്തിൽ നിന്ന് ഒരു വേദനയായി, ഒരു തേങ്ങലായി ഇപ്രകാരം പറയാറുണ്ട്. ഇനി അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ കാലശേഷം അവരില്ലാത്ത ഒരു നാളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അന്ന് അപ്പനും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നല്ലോ എന്നോർത്ത് വിലപിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് ജെറുസലേം ദേവാലയത്തെ നോക്കി ഇതേപോലുള്ള ഒരു വിങ്ങൽ പ്രകടിപ്പിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുക. ബിലാവപ്പള്ളി എന്നറിയപ്പെടുന്ന ഹോളി ലാൻഡ് സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, ബിലാവപ്പള്ളി ഇരിക്കുന്നത് ഒരല്പം മലമുകളിലാണ്. ആ മലമുകളിൽ നിന്നാൽ, ബിലാവപ്പള്ളി നിന്ന് കഴിഞ്ഞാൽ ജെറുസലേം ദേവാലയം പൂർണ്ണമായിട്ടും കാണാം. ആ ബിലാവപ്പള്ളിയിൽ നിന്നുകൊണ്ട് ജെറുസലേമിനെ നോക്കി വിലപിക്കുന്ന ഈശോയെയാണ് ഈ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം മുതൽ കൊടുത്തിരിക്കുന്നത്. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും തന്നിലേക്ക് വരുന്നവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ കാത്തുസൂക്ഷിക്കാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എന്നു പറഞ്ഞുകൊണ്ട് ജെറുസലേമിനെ നോക്കി തൻ്റെ വചനങ്ങളും തൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളും തൻ്റെ കൽപ്പനകളുമൊക്കെ അനുസരിക്കാതെ താന്തോന്നിയായി നടക്കുന്ന നമ്മളെ നോക്കി വിലപിച്ച ഈശോയെയാണ് തിരുവചനത്തിലൂടെ ഈ ദിവസം നമ്മൾ ധ്യാനിക്കുക. നമുക്കറിയാം, ഓശാന വീതിയിലൂടെ യാത്ര ചെയ്ത് വീണ്ടും തിരിച്ച് ലാസറിൻ്റെ ഭവനത്തിലേക്ക് വന്ന് വീണ്ടും തിങ്കളും ചൊവ്വായും ബുധനുമൊക്കെ ഈ ജെറുസലേം ദേവാലയത്തെ ചുറ്റിപ്പറ്റി എന്നിട്ട് വിശ്രമിക്കാൻ ഈ പറയുന്ന ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും ഈ പെസഹ ബുധനാഴ്ച ഒരു ഹൃദയത്തിൻ്റെ നെടുവീർപ്പ് ഈശോ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. നാളെ പെസഹ വ്യാഴാഴ്ചയാണ്. എൻ്റെ മക്കൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നാൽ ഒരു നാളിൽ ഇവരിതെല്ലാം മനസ്സിലാക്കും, എൻ്റെ വില മനസ്സിലാക്കും. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനെ ഞാൻ അയക്കും, അവൻ വന്ന് എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. ഞാനിപ്പോൾ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇനി കൂടുതൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിലേക്ക് കയറില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോകുന്നു, ഞാൻ പോകുന്നത് എന്തിനാ പോണത്?
നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ പാടുപീഡകളൊക്കെ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ എനിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി സ്ഥലമൊരുക്കിയിട്ട് മടങ്ങി വരുന്ന ആ കാലമത്രയും നമ്മെ സഹായിക്കാനും തമ്പുരാൻ പറഞ്ഞ വചനത്തെക്കുറിച്ച് പഠിപ്പിച്ച് വീണ്ടും മാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും ഉള്ള ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ പെസഹാ ബുധനാഴ്ച തമ്പുരാന്റെ ആ ഒരു നെടുവീർപ്പിനെ, വിലാപത്തെ മനസ്സിലേക്ക് നമുക്കിത് കൊണ്ടുവരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ അപ്പച്ചന്മാര് പറയുന്ന അവസാനം പറഞ്ഞു വയ്ക്കുന്ന ആ വാക്യം എൻ്റെയൊക്കെ കണ്ണടഞ്ഞു കഴിയുമ്പോൾ നിനക്കിതിൻ്റെ അർത്ഥം മനസ്സിലാകും എന്ന് പറയുന്ന ആ പച്ചയായ യാഥാർത്ഥ്യം, അതാണ് 2000 പരം വർഷങ്ങൾക്കപ്പുറം ഈ ബിലാവ് പള്ളിയിൽ നിന്നുകൊണ്ട് ജെറുസലേമിനെ നോക്കി ഈശോ വിലപിച്ചപ്പോൾ അർത്ഥമാക്കിയത്. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം മുതൽ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങൾ തിരക്കിലാവുകയും ആ ദിവസം ഒരു കെണി പോലെ വന്നു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ, എല്ലാ വചനങ്ങളും തമ്പുരാൻ പഠിപ്പിച്ചു. അവസാനത്തെ ഒരു മിനുക്കുപണി എന്ന നിലയിൽ പറയുകയാണ്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളത് ഈ സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. എനിക്ക് എൻ്റെ ജീവിതം ഒരുക്കണം, തമ്പുരാനെ മാറ്റി നിർത്തിയുള്ള ജീവിതം എനിക്ക് സുഖിക്കണം, ഈ ലോകത്തിൻ്റെ സുഖദുഃഖം അവസാനം വരെ മട്ടുവരെ കൂട്ടിച്ചു തീർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ്? ദൈവത്തെ നമ്മൾ മറന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അല്ലെങ്കിൽ ജഡിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കും. തമ്പുരാൻ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, മക്കളെ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു, ഇനി ഇതാ എൻ്റെ ജീവിതവും പൂർണ്ണമായിട്ടും ഇതാ ബലിയായി, യാഗമായി ഈ കാൽവരി മലയിൽ ഞാൻ അർപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാകൂ, ഞാൻ നിരപരാധിയായിരുന്നിട്ടും പാപമില്ലാത്തവനായിരുന്നിട്ടും പാപികളായ നിനക്കും എനിക്കും വേണ്ടി ഈശോ മരിച്ചുവെങ്കിൽ ഈശോ പറയാണ്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ല. വചനത്തിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, തിരുത്തലുകളിലൂടെ ഒക്കെ നമ്മെ പഠിപ്പിച്ച യേശു തമ്പുരാൻ അവസാനം പറയുകയാണ്, എൻ്റെ ജീവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആ ഒരു തണലിലേക്ക്, ബോധ്യങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യപുത്രൻ മരക്കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ അനേകരെ എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഈശോയുടെ അതൊരു സ്വപ്നമാണ്. അങ്ങനെയെങ്കിലും ഈ ജനമൊന്നും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, പ്രിയമുള്ളവർ, ഈ പെസഹാ ബുധനാഴ്ച നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുകയെ, 50 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുക. എന്നാൽ എന്തുമാത്രം യേശു തമ്പുരാൻ്റെ ഈ ഹൃദയ വേദന മനസ്സിലാക്കാനും അവൻ്റെ വചനം വായിച്ച് ആവശ്യമായ മാറ്റം വരുത്താനും അല്ലെങ്കിൽ ഈശോയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ജീവിതം നയിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് എത്ര പേർക്ക് ഈ വചനം വായിക്കാൻ സാധിച്ചു? ആത്മീയമായി ഒരുങ്ങാൻ എന്തുമാത്രം സാധിച്ചു? ഇന്ന് നമ്മൾ പെസഹാ ബുധൻ നടത്തി, നാളെ ആഘോഷമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയൊക്കെ ആചരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്നു മുതലെങ്കിലും, അതായത് പെസഹാ ബുധനാഴ്ച മുതലെങ്കിലും ഈശോയുടെ ആ ഹൃദയവേദന മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്താനും മാനസാന്തരപ്പെടാനും ദൈവത്തെ കൊണ്ട് നിറയാനും ദൈവസ്നേഹം കൊണ്ട് നിറയാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണം. ഇപ്പോൾ പലരും ഓർക്കുന്നുണ്ട്, പലരും ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പറയും, എൻ്റെ അച്ഛാ, അന്ന് അപ്പനും അമ്മയും പറഞ്ഞു തന്നതൊക്കെ ഞങ്ങൾ മറന്നുപോയി. പക്ഷേ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ അന്ന് അപ്പനും അമ്മയും അനുഭവിച്ച അതേ വേദന ഇന്ന് ഞങ്ങൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. യേശു തമ്പുരാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചപ്പോഴും നമുക്കറിയാം, ശിഷ്യ സമൂഹത്തിൻ്റെ മനസ്സിലിരിപ്പ് മുഴുവനും ഈ സുഖലോലുപതയ്ക്കും ഈ ജീവിത വ്യഗ്രതയ്ക്കും ഈ അധികാരത്തിനും ഈ സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു. അത് ആ ശിഷ്യരുടെ പ്രതിനിധികളായിട്ട് നമ്മൾ മാറരുത്. പിന്നീട് നമുക്കറിയാം, യേശു തമ്പുരാന്റെ മരണശേഷം അവർക്കൊരു മാനസാന്തരമുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ജീവൻ പൂർണ്ണമായിട്ടും അവന് വേണ്ടി ഹോമം ചെയ്തു. ഈ അപ്പസ്തോലന്മാർ മുഴുവനും ആ ഒരു തിരിച്ചറിവുണ്ടായി എന്ന് പറഞ്ഞാൽ, തമ്പുരാന്റെ മരണം കണ്ട് അതിനുശേഷം പരിശുദ്ധ അമ്മ അവരെ കൂടെ നിർത്തി.
ഈ പറയുന്നത് പോലെ സഹായകൻ വന്നു ശക്തി നേടി എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആ ഒരു ബോധ്യങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അതുകൊണ്ട് ഇന്ന് ഈ പെസഹാ ബുധനാഴ്ച തമ്പുരാനോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ ചോരയുടെ വില തിരിച്ചറിഞ്ഞ് നിന്റെ വചനങ്ങളുടെ ഉൾപ്പൊരുൾ തേടി അത് മനസ്സിലാക്കി ആവശ്യമായ മാറ്റം വരുത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അനുവദിക്കണമേ. അതിന് ഈ പ്രാർത്ഥനയുടെ നിറവ് ഞങ്ങൾ കാരണമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.